ഏതാനും ചില സസ്പെൻസ് ത്രില്ലർ മൂവികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ പലതും നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ലോക്ക്ഡൗൺ 2025 പുറത്തിറങ്ങിയ ഒരു തമിഴ് ചിത്രമാണ് ലോക്ക്ഡൗൺ. അനുപമ പരമേശ്വരനാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ARGV ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കോവിഡ് കാലത്തെ ഒരു ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. അനിത എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിതവും ഭയാനകവുമായ ചില സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. ഒരു സാധാരണ കുടുംബത്തിലെ ഉത്തരവാദിത്തമുള്ള മൂത്ത മകളായ അനിതയുടെ ജീവിതം ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾക്കിടയിൽ എങ്ങനെ മാറിമറിയുന്നു എന്നതാണ് ചിത്രം കാണിച്ചു തരുന്നത്. അനുപമയുടെ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. ഒരു വൈകാരികമായ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ഒരു ചിത്രം സ്ത്രീകളുടെ ശരീരത്തിന്മേലുള്ള അവകാശങ്ങളെക്കുറിച്ചും മെഡിക്കൽ രംഗത്തെ ചില മോശം പ്രവണതകളെക്കുറിച്ചുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചാർലി ലിവിങ്സ്റ്റൺ, നിരോഷ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. അനുപമയുടെ മികച്ച അഭിനയം കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണിത്. അടുത്തായിട്ട് മാരുതി നഗർ പോലീസ് സ്റ്റേഷൻ. വരലക്ഷ്മി, ശരത് കുമാറും ആരവും പ്രധാന വേഷത്തിലെത്തിയ മാരുതി നഗർ പോലീസ് സ്റ്റേഷൻ എന്ന തമിഴ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ദയാൽ പത്മനാഭനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അനാഥാലയത്തിൽ വെച്ച് ഒരുമിച്ച് വളർന്ന 5 സുഹൃത്തുക്കളുടെ കഥയാണ് ചിത്രം പറയുന്നത്. അർച്ചന, ജയ്, ബാല എന്നിവരടങ്ങുന്ന ഈ കൂട്ടുകെട്ടിലെ ഒരാളായി ജയ് പെട്ടെന്നൊരു ദിവസം കൊല്ലപ്പെടുന്നു. ഒരു അഴിമതിക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥനും ഒരു ഗാങ്സ്റ്ററും ചേർന്നാണ് ഈ ഒരു കൊലപാതകം ചെയ്തത് എന്ന് സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നു. നിയമം വഴി നീതി കിട്ടില്ല എന്നുറപ്പായപ്പോൾ അവർ സ്വന്തം നിലയിൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. മാരുതി നഗർ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ പോലീസുകാരനെ കൊല്ലാനാണ് അവർ പദ്ധതിയിടുന്നത്. പക്ഷെ അവിടെ വെച്ച് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കുകയാണ്. അവർ കൊല്ലാൻ പ്ലാൻ ചെയ്താൽ അതിനു മുമ്പ് തന്നെ മറ്റൊരാളാൽ കൊല്ലപ്പെടുന്നു. അവിടെ നിന്നാണ് SP നെടുഞ്ചെയ്യൻ കേസ് അന്വേഷിക്കാൻ എത്തുന്നത്. ആരാണ് യഥാർത്ഥ കൊലയാളി, എന്താണ് അവരുടെ ലക്ഷ്യം, ഇതൊക്കെയാണ് സിനിമയുടെ ബാക്കി ഭാഗം. പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വരലക്ഷ്മി തന്റെ വേഷം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറായും അതേസമയം സുഹൃത്തിന്റെ മരണത്തിന് പകരം വീട്ടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയായും അവർ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ACP എത്തിയ ആരവ് സ്ക്രീനിൽ നല്ലൊരു പ്രസൻസ് തന്നെ നൽകുന്നുണ്ട്. സിനിമയുടെ മ്യൂസിക്കും ഛായാഗ്രഹണവും ത്രില്ലർ മോഡിന് അനുയോജ്യമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തിരക്കഥയിൽ അവിടെയുടെ ചെറിയ പോരായ്മകൾ തോന്നിയിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനുള്ളിൽ ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന യുക്തിപരമായ ചോദ്യങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടായേക്കാം. ചില ഭാഗങ്ങളിൽ സിനിമയുടെ ഫ്ലോ കുറച്ച് പതിയെ പോകുന്നുണ്ട് എങ്കിലും ക്ലൈമാക്സിലെ ട്വിസ്റ്റുകൾ സിനിമയെ ഒരു പരിധിവരെ താങ്ങി നിർത്തുന്നുണ്ട്. ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആവറേജ് സിനിമയാണിത്. ആഹാ തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ സാധിക്കും. അടുത്തായിട്ട് അണ്ടർ 2015 പുറത്തിറങ്ങിയ ഒരു ബോളിവുഡ് സിനിമയാണിത്. ഒരു അഡൽട്ട് കോമഡി കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ സിനിമ തമാശകൾക്കപ്പുറം ഒരു വ്യക്തിയുടെ ജീവിതയാത്രയെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഗുൽഷൻ ദേവിയെ അവതരിപ്പിക്കുന്ന മന്ദാർ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ നീങ്ങുന്നത്. തന്റെ കൗമാരം മുതൽ 30കളിൽ എത്തി നിൽക്കുന്നത് വരെയുള്ള മന്ദാറിന്റെ പലവിധത്തിലുള്ള ബന്ധങ്ങളും അയാളുടെ വേട്ടകളുമൊക്കെയാണ് സിനിമയുടെ പ്രമേയം. മന്ദാറിന്റെ കുട്ടിക്കാലം, കൗമാരം, യൗവനം എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ഒരു സാധാരണക്കാരനായി തോന്നിപ്പിക്കുന്ന മന്ദാർ സ്ത്രീകളെ ആകർഷിക്കുന്നതിന് വേണ്ടി തൻ്റെതായ ചില തന്ത്രങ്ങൾ പയറ്റുന്ന ഒരാളാണ്. ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ രാധിക ആപ്തയുടെ തൃപ്തി എന്ന കഥാപാത്രത്തെ അയാൾ പരിചയപ്പെടുകയാണ്. സ്വന്തം ഭൂതകാലം മറച്ചുവെച്ച് അവളെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നതും തുടർന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുമാണ് സിനിമയുടെ 2ാം പകുതി. ഗുൽഷൻ ദേവയ്യ മന്ദാറിനെ വളരെ സ്വാഭാവികമായിട്ട് തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രാധിക ആപ്തെ, സായി തംഹങ്കർ എന്നിവരും അവരുടെ വേഷങ്ങൾ മനോഹരമാക്കിയിട്ടുണ്ട്. സമൂഹത്തിലെ പല കാപട്യങ്ങളെയും ഒരു പരിധിവരെ സത്യസന്ധമായി ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. നോൺ ലീനിയർ രീതിയിലുള്ള കഥ പറച്ചിലാണ് ഈ സിനിമയെ രസകരമാക്കുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത്. അടുത്തായിട്ട് കുരുതി ആട്ടം. ശ്രീ ഗണേഷ് സംവിധാനം ചെയ്ത് 2022 പുറത്തിറങ്ങിയ കുരുതി ആട്ടം മധുരയുടെ പശ്ചാത്തലത്തിൽ ഗാങ്സ്റ്റർമാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇതിൽ അഥർവയോടൊപ്പം പ്രിയ ഭവാനി ശങ്കർ, രാധിക ശരത് കുമാർ, രാധാരവി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ശക്തിവേൽ എന്ന ഗവൺമെന്റ് ആശുപത്രി ജീവനക്കാരനും കബഡി കളിക്കാരനുമായ ഒരു യുവാവിനെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. മധുര ഭരിക്കുന്ന 2 രാഷ്ട്രീയ വമ്പന്മാരായ ഗാന്ധിമതിയും ദുരയും തമ്മിലുള്ള ശത്രുതയ്ക്കിടയിലേക്ക് അവിചാരിതമായി നമ്മുടെ നായകൻ എത്തുകയാണ്. ഗാന്ധിമതിയുടെ മകൻ മുത്തുവും ശക്തിവേലും തമ്മിലുള്ള ആത്മബന്ധവും തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള കൊലപാതകങ്ങളും പ്രതികാരവുമൊക്കെയാണ് സിനിമയുടെ കാതൽ. ഇതിനിടയിൽ കൺമണി എന്ന ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നായകൻ നടത്തുന്ന പോരാട്ടവും സിനിമയ്ക്കൊരു ഇമോഷണൽ ടച്ച് നൽകുന്നുണ്ട്. യുവൻ ശങ്കർ രാജയുടെ സംഗീതവും മധുരയുടെ തനിമ ചോരാതെയുള്ള ആക്ഷൻ രംഗങ്ങളും ഈ സിനിമയുടെ വലിയ പ്രത്യേകതകളാണ്. ഗാന്ധിമതിയായി വരുന്ന രാധിക ശരത് കുമാറിന്റെ പ്രകടനവും അഥർവയുടെ ആക്ഷൻ രംഗങ്ങളും എടുത്തു പറയേണ്ടതാണ്. ഒരു പക്കാ മാസ് എന്റർടൈനർ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു ചിത്രമാണിത്. അടുത്തായിട്ട്
കലിംഗ 2024 പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ചിത്രമാണ് കലിംഗ. ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ധ്രുവയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിലെ പ്രധാന വേഷവും കൈകാര്യം ചെയ്തിരിക്കുന്നത്. കലിംഗ എന്ന ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ നടക്കുന്നത്. അവിടെ പണ്ട് മുതൽക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്, ആ ഗ്രാമത്തിന്റെ അതിർത്തി കടന്നു പോകുന്ന ആരും പിന്നീട് തിരിച്ചു വരില്ല എന്ന്. നമ്മുടെ നായകൻ ഒരു സാധാരണക്കാരനാണ്. പാവമാണെങ്കിൽ പോലും അല്പം മദ്യപാനവുമൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. അയാൾ പത്മാവതി എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാണ്. എന്നാൽ ഇവിടെ വിവാഹത്തിന് ഒരു തടസ്സമുണ്ട്. നായകന്റെ കുടുംബസ്വത്ത് ഗ്രാമത്തലവന്റെ കയ്യിലാണ്. അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഗ്രാമത്തിന് പുറത്തുള്ള ആരും പോകാത്ത ആ നിഗൂഢ ഭൂമിയിലേക്ക് നായകന് പോകേണ്ടി വരും. അങ്ങനെ അവിടെ എത്തുന്ന നായകൻ കാണുന്ന കാഴ്ചകളും നേരിടുന്ന ഭീതിയുമൊക്കെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? അവിടെ ശരിക്കും നിധിയുണ്ടോ? അതോ എന്തെങ്കിലും ദുർശക്തികളാണോ അവിടെയുള്ളത്? ഇതൊക്കെയാണ് സിനിമയുടെ സസ്പെൻസ്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിലെ വിഷ്വൽസ് എല്ലാം ഗംഭീരമാണ്, പ്രത്യേകിച്ച് കാട്ടിലെ രംഗങ്ങൾ. ധ്രുവയുടെ പ്രകടനവും ഇതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു മാസപടം എന്നതിലുപരി മിത്തോളജിയും ഹൊററും കലർന്ന ഒരു വെറൈറ്റി അനുഭവം തരാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. മിസ്റ്ററി പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത്. അടുത്തായിട്ട് ബെൽ ബോട്ടം. അക്ഷയ് കുമാർ നായകനായി എത്തിയ സ്പൈ ത്രില്ലർ ചിത്രമാണ് ബെൽ ബോട്ടം. 1980കളിൽ ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ വിമാന റാഞ്ചൽ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. അക്കാലത്ത് തുടർച്ചയായിട്ടുണ്ടായ വിമാന റാഞ്ചലുകൾ തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ സർക്കാർ നടത്തിയ രഹസ്യ നീക്കങ്ങളാണ് സിനിമയുടെ പ്രമേയം. അൻഷുൽ മൽഹോത്ര എന്ന ഏജന്റ് ആയിട്ടാണ് അക്ഷയ് കുമാർ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. അക്ഷയ് കുമാറിന്റെ തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും രാജീവ് രവി നിർവഹിച്ച ഛായാഗ്രഹണവും സിനിമയ്ക്ക് ഒരു പ്രത്യേക മൂഡ് തന്നെ നൽകുന്നുണ്ട്. 80കളുടെ ഇന്ത്യയെയും വിദേശ രാജ്യങ്ങളെയും വളരെ മനോഹരമായി തന്നെ ഇതിൽ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ഇതൊരു കൊമേഴ്ഷ്യൽ പാക്കേജ് ആണെങ്കിലും രണ്ടാം പകുതിയിലെ ചില വിഷ്വൽ ഇഫക്ട്സും ക്ലൈമാക്സിലെ ചില ഭാഗങ്ങളും അല്പം കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. എങ്കിലും ബോറടിപ്പിക്കാത്ത തരത്തിൽ ഒരു സ്പൈ ത്രില്ലർ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത്. അടുത്തായിട്ട് അവനെ ശ്രീമന്നരായണ. രക്ഷിത് ഷെട്ടി നായകനായ സിനിമയാണിത്. ഇതൊരു പോലീസ് സ്റ്റോറി എന്നതിലുപരി 80കളിലെ അമരാവതി എന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ഫാന്റസി അഡ്വഞ്ചർ കോമഡിയാണ്. കാണാതായ ഒരു വലിയ നദി തേടി പോകുന്ന അവിടുത്തെ കൊള്ളക്കാരും അവരെ തടയാനെത്തുന്ന ബുദ്ധിമാനായ ഇൻസ്പെക്ടർ നാരായണനുമാണ് ഇതിലെ പ്രധാനികൾ. രക്ഷിത് ഷെട്ടിയുടെ പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. അല്പം കൗശലക്കാരനും തമാശക്കാരനുമായ പോലീസ് ഓഫീസറെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഒരു കൗബോയ് ശൈലിയും മിത്തോളജിയും കലർന്ന വേറിട്ടൊരു മേക്കിംഗ് ആണ് നവാഗതനായ സച്ചിൻ രവി ഇതിൽ പരീക്ഷിച്ചിരിക്കുന്നത്. അജനീഷ് ലോകനാഥിന്റെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള പടമാണെങ്കിലും വിഷ്വൽസും മേക്കിങ്ങും നമ്മളെ ഒട്ടും ബോറടിപ്പിക്കില്ല. അടുത്തായിട്ട് ബദ്ല. 2019 പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമയാണിത്. സുജയ് ഘോഷ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ദ ഇൻവിസിബിൾ ഗസ്റ്റ് എന്ന സ്പാനിഷ് സിനിമയുടെ ഔദ്യോഗിക റീമേക്കാണിത്. അമിതാഭ് ബച്ചനും തപസിയുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ കഥ തുടങ്ങുന്നത് നൈന സേതി എന്ന ബിസിനസ് വുമണിലൂടെയാണ്. തന്റെ കാമുകന്റെ കൊലപാതകത്തിൽ പ്രതിയാക്കപ്പെട്ട നൈനയെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രശസ്തനായ വക്കീൽ ബാദൽ ഗുപ്ത എത്തുകയാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് ആ കൊലപാതകത്തിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അമിതാഭ് ബച്ചന്റെയും തപസിയുടെയും ഗംഭീര പ്രകടനങ്ങളാണ്. പ്രത്യേകിച്ച് അവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. സസ്പെൻസ് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണിത്. വളരെ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മികച്ച സിനിമ കൂടിയാണ്. ഈ വീഡിയോ പറഞ്ഞ സിനിമകളിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.